അരുണാചലിൽ ആത്മഹത്യ ചെയ്ത നവീൻ 7 വർഷം മുൻപേ ആത്മഹത്യ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് പോലീസ്. ഉയർന്ന സ്ഥലത്ത് മരിക്കണമെന്ന അന്ധവിശ്വാസമാണ് മരിക്കാൻ അരുണാചലിലെ സിറോ തെരഞ്ഞെടുത്തതിന്റെ കാരണം. പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജീവിക്കണമെന്നുമുള്ള ചിന്തകളുമാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. മറ്റൊരു ലോകത്ത് പുനർജനിക്കുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. മുൻപും ഉയർന്ന പ്രദേശത്തേക്ക് പോകാൻ നവീൻ ശ്രമം നടത്തിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഹരി, ഈ അരുണാചൽ പ്രദേശിൽ മലയാളികൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങളാണ് പോലീസിന് മുൻപിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എന്തൊക്കെ കണ്ടെത്തലുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? ഭാരിഷ, വിചിത്രമായ ചില വിശ്വാസങ്ങളാണ് മൂവരുടെയും ജീവനെടുത്തത് എന്നുള്ള കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. അതായത് നവീനാണ് ഇവരെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത്. നവീനും സ്വയം ആത്മഹത്യ ചെയ്തതൊക്കെ തന്നെ ആ കാരണത്തിന്റെ പേരിലാണ്, ഈ വിശ്വാസങ്ങളുടെ പേരിലാണ്. അതൊക്കെയും അന്ധവിശ്വാസങ്ങളാണ് എന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ പോലീസ് നടത്തിയിരിക്കുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിരുന്നു, ചില രേഖകൾ ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അതിലൊക്കെ പറഞ്ഞിരുന്നത് ഭൂമി അധികം നാളിനി ഇല്ല, ഭൂമിയുടെ ഊർജ്ജം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയിൽ താമസിക്കുന്നത് അപകടകരമാണ് എന്നുള്ള കാര്യമായിരുന്നു അതിലൊക്കെയും പറഞ്ഞിരുന്നത്. നവീനും ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. അതായത് പ്രളയം വന്ന് ഭൂമി നശിക്കും, അതിനു മുമ്പ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള അന്ധവിശ്വാസമായിരുന്നു ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഉയരമേറിയ സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ മരിക്കേണ്ടത്, അങ്ങനെ മരിച്ച് മറ്റൊരു അന്യഗ്രഹത്തിൽ ഇത്തരത്തിൽ പുനർജനിക്കാൻ കഴിയും, അങ്ങനെ പുനർജനിച്ച് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അതിനു വേണ്ടിയുള്ള ചില റിസർച്ചുകൾ പോലും ഇവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 വർഷം മുമ്പ് തന്നെ ഇത്തരത്തിൽ നവീൻ ഈ അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അന്വേഷണങ്ങൾ നടത്തി തുടങ്ങിയിരുന്നു. പിന്നീട് ഇവരുമായി ഈ ചിന്തകൾ പങ്കുവെക്കുകയും അവരെ വിശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് അതാണ് ഇവർ 3 പേരും ഒരുമിച്ച് അരുണാചൽ പ്രദേശിലെ സിറോ എന്ന് പറഞ്ഞ ഉയരമുള്ള പ്രദേശത്ത് പോവുകയും അവിടെ ഒരു ഹോട്ടൽ മുറി എടുത്തുകൊണ്ട് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത് 1.5 വർഷം മുമ്പും സമാനമായിട്ടുള്ള യാത്ര നവീൻ നടത്തിയിരുന്നു. ആ യാത്ര അരുണാചൽ പ്രദേശിലേക്ക് തന്നെയായിരുന്നു. അവിടെ പോയി സ്ഥലം കണ്ടെത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു നവീൻ അന്ന് ചെയ്തത്. മാത്രമല്ല, നവീന്റെ വീട്ടിൽ ഇന്നലെ കാര്യമായി പോലീസ് പരിശോധന നടത്തിയിരുന്നു. അവിടെ വെച്ച് ഈ പർവ്വതാരോഹണം നടത്തുന്നതിനുള്ള ചില ഉപകരണങ്ങൾ നവീന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തി. എന്തായാലും 7 വർഷം മുൻപ് തന്നെ ഈ ആത്മഹത്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് പറയുമ്പോൾ എത്രത്തോളം വിചിത്രമാണ് കാര്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്.